1947 സ്വാതന്ത്ര്യത്തിന്റെ പുലരിയോടൊപ്പം രക്തവും കണ്ണീരും നിറഞ്ഞ ഒരു കാലഘട്ടം ഇന്ത്യ അനുഭവിച്ചു. ഏകദേശം 2 നൂറ്റാണ്ടോളം നീണ്ട ബ്രിട്ടീഷ് ഭരണത്തിന് അവസാനം കുറിച്ചപ്പോൾ ഒരു രാജ്യം രണ്ടായി പിളർന്നു, ഇന്ത്യയും പാകിസ്ഥാനും. സ്വാതന്ത്ര്യം ആഘോഷിച്ച അതേ നിമിഷങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ സ്വന്തം ജന്മനാടുകളിൽ വിട്ട് അഭയാർത്ഥികളായി യാത്ര തിരിക്കേണ്ടി വന്നു. ട്രെയിനുകൾ പ്രതീക്ഷയല്ല, ഭയത്തിന്റെ പ്രതീകമായി മാറി. ഗ്രാമങ്ങളും നഗരങ്ങളും കലാപത്തിന്റെ തീയിൽ കത്തിയപ്പോൾ മനുഷ്യരാശി കണ്ട ഏറ്റവും വലിയ കുടിയേറ്റങ്ങളിൽ ഒന്നായി വിഭജനം ചരിത്രത്തിൽ പതിഞ്ഞു. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഒരു രാഷ്ട്രീയ തീരുമാനം മാത്രമല്ല, അത് മനുഷ്യരുടെ വേദനയും നഷ്ടവും ഓർമ്മകളും ചേർന്ന ഒരു മഹത്തായ ചരിത്ര പാഠമാണ്. ഇന്നും അതിൻ്റെ പ്രതിഫലനം ദക്ഷിണേഷ്യയുടെ രാഷ്ട്രീയത്തിലും സമൂഹത്തിലും കാണാം. ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് ഒരേ ഒരു സത്യം തന്നെയാണ്: മതവും രാഷ്ട്രീയവും മനുഷ്യനെ വേർതിരിക്കുമ്പോൾ സമാധാനവും ഐക്യവും മാത്രമാണ് ഭാവിയെ രക്ഷിക്കുന്നത്. ചരിത്രം മറക്കാനല്ല, പഠിക്കാനാണ്. അതുകൊണ്ട് വിഭജനത്തിൻ്റെ ഓർമ്മകൾ നമ്മെ ഭിന്നതയിലേക്കല്ല, സഹവർത്തിത്വത്തിലേക്കാണ് നയിക്കുന്നത്. വെൽക്കം ടു ദ ട്രൂ സ്റ്റോറീസ്. സ്വാതന്ത്ര്യം എങ്ങനെ നടപ്പിലാക്കാമെന്ന ബ്രിട്ടീഷിൻ്റെ അവസാനത്തെ അടവായിരുന്നു പാർട്ടീഷൻ. അന്നത്തെ കാലത്ത് പാർട്ടീഷൻ കൊണ്ടുണ്ടാവുന്ന ആഘാതവും ഭൂരിപക്ഷ ആളുകളിലും ഉണ്ടായിരുന്നില്ല. INC നയിച്ചിരുന്നത് പ്രമുഖ നേതാക്കളായ ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയും ഉൾപ്പെടുന്ന നേതാക്കളായിരുന്നു. 1940 തന്നെ ശക്തമായ ഒരു ജനാധിപത്യ രാജ്യം ആയിരുന്നു കോൺഗ്രസ് ഒരു മതേതര രാജ്യം എന്ന പദ്ധതി കൊണ്ടുവന്നെങ്കിൽ പോലും ന്യൂനപക്ഷ ആളുകളിൽ അത് ആശങ്കയുണ്ടാക്കി. ജനസംഖ്യയിലെ 80% ഹിന്ദുക്കളായിരുന്നു. ഇത് ഹിന്ദുക്കളുടെ രാഷ്ട്രീയ ആധിപത്യം സൃഷ്ടിക്കുന്നത് ആയിരുന്നു അവരുടെ ഭയം. എന്നാൽ അന്നത്തെ കാലത്ത് ന്യൂനപക്ഷം മുസ്ലിം വിഭാഗമായിരുന്നു. സ്വാതന്ത്ര്യം അടുക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ന്യൂനപക്ഷ സീറ്റ് നഷ്ടപ്പെടുമോ എന്നുള്ളതായിരുന്നു അവരുടെ ഭയം. നോർത്ത് ഇന്ത്യയിൽ ആയിരുന്നു ഈ പേടി ജനങ്ങളിൽ ആദ്യം ഉണ്ടായത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അത് ബംഗാളിലേക്കും പഞ്ചാബിലേക്കും പടർന്നു. 1945-46 കാലഘട്ടം മുഹമ്മദ് അലി ജിന്നയുടെ ഓൾ ഇന്ത്യൻ മുസ്ലിം ലീഗ് പാർട്ടി മെജോറിറ്റി വോട്ട് നേടി വിജയിച്ചു. മുസ്ലിം വിഭാഗം പ്രതിനിധീകരിക്കുന്ന പാർട്ടി എന്ന അവകാശവാദവും ശക്തിക്കപ്പെട്ടു. ഈ കാര്യം 2ാം ലോക യുദ്ധം ആരംഭിച്ചതോടെ കൂടുതൽ ഗൗരവമായി. 1939 ബ്രിട്ടീഷ് ഇന്ത്യയെ യുദ്ധത്തിൽ ഉൾപ്പെടുത്തിയത് ഇന്ത്യയോട് ആലോചിക്കാതെയായിരുന്നു. ഈ തീരുമാനത്തെ കോൺഗ്രസ് ശക്തമായി എതിർത്തു. യുദ്ധകാലത്ത് ബ്രിട്ടീഷിന് പ്രാദേശിക കൂട്ടാളികളുടെ ആവശ്യമുണ്ടായത് മുസ്ലിം ലീഗ് ഒരവസരമായി എടുത്തു. ഭാവിയിലെ രാഷ്ട്രീയ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി അവർ ബ്രിട്ടീഷുകാരോട് ഒന്നിച്ചു ചേർന്നു. 1940 മാർച്ചിൽ മുസ്ലിം ലീഗ് പ്രമേയം നടപ്പിലാക്കി. ഇന്ത്യൻ മുസ്ലിമിന് ഒരു വേറിട്ട ജാതി വേണമെന്നും അവർക്കായി സ്വന്തം സംസ്ഥാനം വേണമെന്നായിരുന്നു അവരുടെ ആവശ്യം. ന്യൂനപക്ഷ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിരുന്നു ഇത് തുടങ്ങിയത്. എങ്കിലും അവസാനം പ്രശ്നം കൂടുതൽ രൂക്ഷമായി. 1946 ലണ്ടനിൽ അറ്റ്ലിയുടെ ലേബർ സർക്കാർ ബ്രിട്ടനിലെ തകർന്ന സാമ്പത്തിക അവസ്ഥയ്ക്ക് അതീതമായ വ്യാപിച്ച് സാമ്രാജ്യത്തിന്റെ ചെലവ് വഹിക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞു. അതിനാൽ അറ്റ്ലി തന്റെ സഹപ്രവർത്തകരോട് ഇന്ത്യയെ കഴിയുന്ന വേഗത്തിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ അവരുടെ പരമാവധി ശ്രമങ്ങൾ നടത്തണമെന്നും അതിനുവേണ്ടി ഇന്ത്യയിലേക്ക് പോവുകയും ചെയ്യണമെന്ന് തീരുമാനിച്ചു. എന്നാൽ ഭരണകൂടത്തിന്റെ തീരുമാനം അത് ഏത് രീതിയിൽ ഭരണകൂടം മതിയെന്നും ഇന്ത്യ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്ന് അറ്റ്ലി പറയുകയും ചെയ്തു. അതേസമയത്ത് മതവിഭാഗങ്ങൾ തമ്മിലുള്ള അക്രമം വർദ്ധിച്ചുകൊണ്ടിരുന്നു. 1946 ഗ്രേറ്റ് കൽക്കട്ട കില്ലിങ്ങിൽ ഏകദേശം 4000 പേരായിരുന്നു മരണത്തിനിടയായത്. 1,00,000 പേരുടെ വീടുകൾ ആക്രമിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും. 1947 പുതിയ വൈസ്രോയ് ലോർഡ് ലൂയിസ് മൗണ്ട് ബാറ്റൺ ഇന്ത്യയെ പെട്ടെന്ന് സ്വാതന്ത്ര്യത്തിൽ എത്തിക്കാൻ പരിശ്രമങ്ങൾ ആരംഭിച്ചു. ജൂൺ 3 ആദ്യം തീരുമാനിച്ച തീയതി. അത് പിന്നീട് ഓഗസ്റ്റിലേക്ക് മാറ്റുകയും ചെയ്തു. ഇത് രാഷ്ട്രീയ നേതാക്കൾക്ക് 2 വേർതിരിച്ച രാജ്യത്തിന്റെ രൂപീകരണത്തിനു വേണ്ടിയുള്ള സമയവും സന്ദർഭവും ബ്രിട്ടീഷ് സൃഷ്ടിക്കുകയായിരുന്നു. പിന്നീട് ആഗസ്റ്റ് 14 പാകിസ്ഥാൻ സ്വാതന്ത്ര്യ ദിവസമായി ആഘോഷിക്കുകയും ഇന്ത്യ അതിന്റെ പിന്നാലെ 15-ാം തീയതി സ്വാതന്ത്ര്യ ദിവസമായി ആഘോഷിക്കുകയും ചെയ്തു. പിന്നാലെ അടുത്ത ദിനങ്ങളിലാണ് പഞ്ചാബ്, ബംഗാൾ എന്നീ പ്രവിശ്യകളെ 2ആയി വിഭജിച്ചതും. എന്നാൽ പാർട്ടീഷൻ രാജ്യത്തുണ്ടാക്കിയ കലാപങ്ങൾക്ക് ഇതുകൊണ്ടൊരു അന്ത്യം ഉണ്ടായി. പാർട്ടീഷൻ കലാപങ്ങൾക്കും വലിയ മാനുഷിക നഷ്ടങ്ങൾക്കും വൻ കുടിയേറ്റ തരത്തിലും കാരണം. രക്ഷിത മേഖലകളിലേക്ക് എത്താമെന്ന പ്രതീക്ഷയോടെ പലരും വണ്ടി കയറി. അതിൽ എത്രയോ പേർ എത്താതെ വഴിയിൽ കൊല്ലപ്പെടുകയും എത്രയോ പേർ ലക്ഷ്യം കാണാതെ വീണു പോവുകയും ചെയ്തു. കുടിയേറ്റങ്ങളിൽ മുസ്ലിം വിഭാഗക്കാർ കൂടുതലും
പാകിസ്ഥാൻ അതിർത്തിയിലേക്കും ഹിന്ദു സിഖ് ജനങ്ങൾ കുടിയേറി ഇന്ത്യയിലേക്കുമായിരുന്നു കൂടുതലായിട്ട് വന്നത്. ഒടുവിൽ ഏകദേശം 14 മുതൽ 16 ദശലക്ഷം ആളുകൾ കുടിയൊഴിഞ്ഞതായി കണക്കാക്കപ്പെടുന്നു. അതിൽ പലരും നടന്നും കാളവണ്ടിയിലും ട്രെയിനിലുമൊക്കെയായിരുന്നു യാത്ര ചെയ്തത്. പാർട്ടീഷന് ശേഷമുള്ള മരണസംഖ്യ 2 ലക്ഷം മുതൽ 20 ലക്ഷം വരെ ആയെന്ന പല കണക്കുകളും പറയുന്നു. കുടിയേറുന്നതിനിടയിൽ പല സമൂഹങ്ങളിൽ അകപ്പെട്ടു പലരും മരണത്തിനിടയായി. ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് കുടുംബവും നാടും നഷ്ടമായത്. സ്വന്തം കുടുംബക്കാർ നാട്ടുകാരും കൊല്ലപ്പെടുന്നത് പലർക്കും കാണേണ്ടി വന്നു. അഭയാർത്ഥി ക്യാമ്പിലൂടെ രോഗം കാരണം പലരും പല രോഗത്തിനും അകപ്പെട്ടു. സ്ത്രീകളെ പലരും പലപ്പോഴും ലക്ഷ്യമിട്ട് ആക്രമിച്ചു. ഏകദേശം 1 ലക്ഷം സ്ത്രീകൾ വരെ ബലാത്സംഗത്തിനിരയായി. 2 ലക്ഷത്തിലധികം സ്ത്രീകളെ കാണാതെയായി. ഇതിൽ കൂടുതൽ പേരെയും തിരിച്ചു കിട്ടിയതുമില്ല. ഇങ്ങനെ ഒരു രാജ്യം മുഴുവൻ ദുഃഖത്തിലാക്കിയാണ് പാർട്ടീഷൻ അവസാനിക്കുന്നത്.